എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ആദർശ് നയനയും കൊണ്ട് ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പിന്നീട് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ റെസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ചും പിന്നീട് നല്ല ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കണം, ബ്ലഡ് കുറച്ച് കുറവുണ്ട്, നയനയ്ക്ക് ബ്ലഡ് ഇച്ചിരി കുറവുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അനാമികയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. അനാമികയുടെ അച്ഛൻ നോക്കി കഴിയുമ്പോഴത്തേനും ഇത് ആദർശ നയനയാണല്ലോ, ഇവരെന്താ ഹോസ്പിറ്റലില്. അപ്പൊ അയാളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നായിരുന്നു. ഫ്രണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ കാണാൻ വേണ്ടി വന്ന ഇവർക്ക് എന്താ ഇവിടെ കാര്യം? ഒരു പക്ഷെ ഇവൾക്ക് ഇനി വല്ല വയ്യായിക ഉണ്ടോ? ആദർശ് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പതുക്കെയാണ് നടക്കുന്നത്. ഇനി വേറെ വല്ല വിശേഷം എന്തെങ്കിലും ഉണ്ടായിട്ടാണോ എന്താന്ന് അറിയത്തില്ല. തൽക്കാലത്തേക്ക് ഇപ്പൊ പോയി മുമ്പിലേക്ക് വന്ന് ചാടി കൊടുക്കണ്ട, അല്പം മാറിക്ക, എന്താ സംഭവം എന്നറിയത്തില്ലോ. പിന്നീട് ആദർശ് നയനും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് വേണു അപ്പൊ തന്നെ നേരെ അനാമികനെ ഫോൺ ചെയ്യുവാണ്. അനാമികനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അതെ നിന്റെ ഏട്ടത്തിയമ്മ ഏട്ടനും ഉണ്ടല്ലോ, ആ നയനെ ആദർശും അവര് ഹോസ്പിറ്റലിലുണ്ടെന്ന് പറയണേ. ഹോസ്പിറ്റലുണ്ടോ? അതെന്താ വെച്ചാ അതെന്തിനാണെന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അത് കൊള്ളാലോ, അവരെന്തിനായിരിക്കുമ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വല്യമ്മയോട് ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് തന്നെ കാര്യം. ഈ വിവരം ചെന്ന് വല്യമ്മയോട് പറയണം. എന്താ കാര്യം എന്ന് അറിയത്തില്ലോ. പിന്നീട് അനാമിക ഒട്ടും പഠിച്ചില്ല. ഫോൺ വെച്ചിട്ട് നേരെ ചെല്ലുന്ന ദേവേന്റെ അടുത്തേക്കാണ്. ദേവേന്റെ അടുത്ത് ചെന്നിട്ട് അതെ വല്യമ്മ ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ. എന്താ കാര്യം? അത് ആദർശേട്ടൻ എവിടെ പോയേക്കോന്ന് ചോദിക്കാം. ആദർശ് പുറത്തെവിടെയോ പോയേക്കോ. ആദർശൻ പുറത്തേക്ക് പോയേക്കുന്ന എവിടേക്കെന്നറിയാവോ? അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്കാന്ന് പറയണം. ആ നയനയും കൊണ്ട് ഹോസ്പിറ്റലാ. അതെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ വെച്ച് രണ്ടുപേരെ എന്റെ അച്ഛൻ കണ്ടായിരുന്നു പറയാം. ആഹാ, അത് കൊള്ളാലോ, അങ്ങനെയാണെന്ന് ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് നേരെ ആദർശിനെ വിളിക്കുവാണ്. ആദർശിനെ വിളിച്ചിട്ട് ആദർശനോട് ചോദിച്ചു, നീ ഇപ്പൊ എവിടെയാടാന്ന് ചോദിക്കുവാണ്. അത് പിന്നെ അമ്മേ ഞാൻ ഹോസ്പിറ്റലാന്ന് പറയണം. ഹോസ്പിറ്റലിൽ അവിടെ നിനക്ക് എന്താ കാര്യം? അത് നയനയും കൊണ്ടൊന്ന് വന്നാന്ന് പറയണം. നയനയ്ക്ക് എന്താ കുഴപ്പം? അവളെന്താ വല്ല പ്രഗ്നന്റ് എന്തെങ്കിലും ആണോന്ന് ചോദിക്കും. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആദർശന് എന്തും മറുപടി പറയാനും നടത്തില്ല. ആദർശ് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലമ്മേ, അവൾക്കൊരു ചെറിയ തലകറക്കം എന്തോ ക്ഷീണം, അപ്പൊ അതിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാന്ന് പറയാണ്. ശരി, നീ ഇങ്ങോട്ട് വാ, ബാക്കി കാര്യങ്ങൾ അപ്പൊ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് കോള് കട്ട് ചെയ്യണം. ഈ സമയം നയനു ചോദിച്ചു, എന്താ അമ്മ പറഞ്ഞത്? അമ്മയ്ക്ക് ഭയങ്കര സംശയം, നീ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന്. പ്രഗ്നന്റോ? അതെ, നിനക്ക് വയ്യാന്നറിഞ്ഞു കഴിഞ്ഞപ്പോ അമ്മയുടെ സംശയങ്ങളൊക്കെ ആ രീതിക്കാ പോണേന്ന് പറയാം. എനിക്ക് തോന്നുന്നത് അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ കയറി കൂടിയിട്ടുണ്ട്. ഒരു പക്ഷേങ്കില് ഇനിയിപ്പൊ നീ പ്രഗ്നന്റ് ആയതുകൊണ്ടാണോ നിന്നെ കാണാൻ എല്ലാവരും വരുന്നതെന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് കയറിയിട്ടുണ്ടെന്ന് തോന്നേ. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ലെന്ന് പറയാം. എന്നാലും നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുള്ള കാര്യം ആരായിരിക്കും പോലും വിളിച്ചു പറഞ്ഞെന്ന് ചോദിക്കുക. അതാ എനിക്കും മനസ്സിലാകത്തെ. അതെ, എനിക്ക് തോന്നുന്നേ ഇവിടെ ആരോ നമ്മളെ കണ്ടിട്ടുണ്ട്. ആ കൃത്യം നമ്മൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അപ്പൊ തന്നെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരിക്കുക. ഇതാ ആദർശേട്ടാ ഞാൻ പറഞ്ഞേ, ഒരു പക്ഷെ നമ്മളെ ഫോളോ ചെയ്ത് മിക്കവാറും അപ്പി പുറയുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ആദർശോന് സാധാരണഗതിയിൽ ഇങ്ങനെ കുരുട്ട് കുന്നായ്മയൊക്കെ ചെയ്യുന്ന അവനാണ് വീട്ടില്. പക്ഷെ ഇത് അവനാന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ആരോ നമ്മളെ കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. ശരി, ഇനിയിപ്പോ നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നായനെയും കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് ആദർശ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ കനയെ ഗോന്തിനൊക്കെ ചോദിച്ചു, ഡോക്ടർ എന്ത് പറഞ്ഞു ചോദിക്കാം. കുഴപ്പമൊന്നുമില്ല, ഇനി പതുക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും ഓക്കെ ആവുന്നാ പറഞ്ഞേ. പിന്നെ കുറച്ച് ടോണിക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവൾക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ, അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയണേ. ഇത് കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ, മോൾക്കല്ലേലും ഇപ്പൊ നല്ല ആരോഗ്യസ്ഥിതി മോശമാണെന്ന് തോന്നുന്നു, നല്ല ക്ഷീണമുണ്ട് മുഖത്തൊക്കെ. ഇത് കേട്ടപ്പോ നയന് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ, ഞാൻ നല്ല ആരോഗ്യവതി തന്നെയാ. അത് നിങ്ങക്ക് തോന്നാ, എപ്പോഴും ഇങ്ങനെ കിടന്നിട്ട് എന്റെ മുഖത്തൊരു ക്ഷീണമുണ്ടെന്ന് നിനക്ക് തോന്നാന്ന് പറയണേ. അതൊന്നും അല്ല, മോളാണെങ്കിൽ നേരം വേണ്ട ഫുഡ് പോലും കഴിക്കുന്നില്ല. ഇതേ മോനൊന്ന് പറയണം കേട്ടോ. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, ഇതേ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് പറ്റില്ല, ഞാൻ നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകത്തുള്ളൂ പറയാ. ഇത് കേട്ടോ നയന് പറഞ്ഞു, വേണ്ട ആദർശേട്ടാ, ഇപ്പോഴെന്താണ് ഞാൻ അങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചിട്ടില്ല, ആദർശേട്ടനെ അറിയാലോ, അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിയിട്ടില്ലെന്ന് പറയാണ്. ആ സമയം ദേവേന്റെ അടുത്തേക്ക് ജയം വരുവാണ്. ജയം വന്നതും ദേവേനെ ചോദിച്ചു, അല്ല നിങ്ങളുടെ മോൻ എങ്ങോട്ടാ പോണേന്ന് നിങ്ങൾ അറിഞ്ഞോന്ന് ചോദിക്കും. അവന് എങ്ങോട്ടാ പോയെന്ന് എപ്പോഴും അവന്റെ പുറകെ നടക്കാൻ പറ്റുന്ന കാര്യമാണ്. അവൻ ജ്വല്ലറി കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ജ്വല്ലറി കാര്യങ്ങൾ നോക്കാനായിട്ട് ഭാര്യനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. പെട്ടെന്നാണ് കാര്യം ഓർമ്മ വന്നത്. നയനെ ചെക്കപ്പിന് കൊണ്ടായതായിരിക്കും. പക്ഷെ ഇവളോടത് പറയാൻ പറ്റില്ലോ ദേവേനയുടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എപ്പൊ നോക്കിയാലും ഇപ്പം മാറി ഇട്ടേക്കൊന്നും ചിന്ത പോലും ഇല്ല അവന്.
അവൻ എപ്പോഴും അവന്റെ ഭാര്യനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുക. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പം ഹോസ്പിറ്റലില് അവൾക്ക് എന്തോ തലാർക്ക് വന്ന, അവളുടെ വീട്ടിൽ തന്നെ ആൾക്കാരൊന്നും ഇല്ലേ കൊണ്ടുപോവാനായിട്ട്, പിന്നെ ഇവൻ തന്നെ വേണോ ചെന്നിട്ട് കൊണ്ടുപോവാനായിട്ട്? അതിന്റെ വല്ല കാര്യമുണ്ടോ ജയേട്ടാന്ന് ചോദിക്കാം. ജയൻ പറഞ്ഞു, നീ എന്തിനാ ദേവേനെ ഇങ്ങനെയൊക്കെ പറയണേ? എപ്പോ നോക്കിയാലും നിനക്ക് അവളെ കുറ്റം പറയാനേ സമയമുള്ളല്ലോ. ഒന്നുമല്ലേലും നിന്റെ മരുമോളല്ലേന്ന് ചോദിക്കും. മരുമോള് അവളെ അനാമിക മോളെ കണ്ടുപിടിക്കട്ടെ. അനാമിക മോളുടെ വാല കെട്ടാൻ കൊള്ളുവോ അവളെ? ഞാനിവിടെ വന്നതിന് ശേഷം അനാമിക മോൾ ഓടി ഓടി എൻ്റെ അടുത്ത് വരും, ഓരോ കാര്യങ്ങൾ ചോദിക്കും. വല്യമ്മയ്ക്ക് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് എന്നോടൊപ്പം ശുശ്രൂഷിച്ച് നിൽക്കുക. ഞാന് അവളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല നയന. ഇത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, നീ തന്നെയല്ലേ ഇതൊക്കെ പറഞ്ഞേ, പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുക. അത് പിന്നെ എങ്ങനെ പറയായിരിക്കും ജയേട്ടാ, അവളെന്നാലും ഇത്രയ്ക്ക് കണ്ണിച്ചോര ഇല്ലാതായത്തോളായി പോയല്ലോ. ഒരു നേരം വന്നത് കാണാൻ പോലും തോന്നിയില്ലോ. ഇത് ദേവേനി, ഒരു വായിക്ക് തന്നെ നീ രണ്ട് വർത്താനം പറയരുത് കേട്ടോ. നീ തന്നെ അവളോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ ഇങ്ങനെ പറയണോ? ഇതെല്ലാം മാറ്റി പറയുന്ന ഒരു ദിവസം വരുമെന്ന് പറയാ. ഇത് കേട്ടപ്പം ദേവേനി പറഞ്ഞു, ഞാൻ മാറ്റി പറയാനാ? അതെ, നിന്റെ മരുമോളെ നീ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസം വരും. അങ്ങനെ ചേർത്ത് പിടിക്കണേ കാക്ക മറന്നു മറക്കണമെന്ന് പറയണം. ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യത്തെക്കുറിച്ച് ചേട്ടൻ വെറുതെ എന്നോട് തർക്കിക്കാൻ വരണ്ട. അറിയാലോ, എനിക്ക് സ്വസ്ഥത സമാധാനം വേണം. ഒന്ന് പോയി തരാവോ? എപ്പോ വന്നാലും ഒരു നയനാപുരാണം മാത്രമേ ഉള്ളൂ. കേട്ട് കേട്ട് ഞാൻ മടുത്തെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, എനിക്കും അതാ നല്ലത് എണീറ്റ് പോകുന്നത്. നിന്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. പറഞ്ഞു പറഞ്ഞ് മനുഷ്യന്റെ വായിക്കകത്ത് വെള്ളം പറ്റുന്നല്ലാതെ ഒരു പ്രയോജനം കാണുന്നില്ല ദേവേനി എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ്. ദേവേനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വന്നു. അപ്പോഴേക്കും അനാമിക വന്നിട്ട് ചോദിച്ചു, അല്ല വല്യമ്മേ, വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കണം. വിളിച്ചായിരുന്നു മോളെ. ഞാൻ കരുതി അവള് വല്ല പ്രഗ്നന്റുമായിട്ട് ഇനി അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയെന്ന്. അതൊന്നും അല്ല, എന്തോ തലകറക്കമാണെന്നാ മറ്റോ പറഞ്ഞേ. അതൊക്കെ വല്യമ്മയോട് ചിലപ്പം നുണ പറഞ്ഞായിരിക്കും. എന്താ ഏതാ കാരണം എന്ന് നമുക്കറിയത്തില്ലോ എന്ന് പറയാം. വല്യമ്മയ്ക്ക് എഴുന്നേറ്റ് കിടക്കണോ? ഞാൻ പതുക്കെ കയ്യെ പിടിക്കാം, എഴുന്നേക്കാൻ പറയാണ്. അങ്ങനെ അനാമിക പതുക്കെ കയ്യേലൊക്കെ പിടിച്ച് എഴുന്നേപ്പിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, ഇന്നേ വല്യമ്മയുടെ പക്കപ്പിറന്നാളല്ലേ, അപ്പൊ ഇന്ന് എല്ലാരും ഈ വീട്ടിൽ ഒരു നേരം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശന്. പിന്നെ അവളുണ്ടല്ലോ നവ്യ, അവൾക്ക് മാത്രം ഇളവുണ്ട്, അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എടുക്കണ്ടാന്ന്. ഇത് കേട്ടതും ദേവേന് പറഞ്ഞു, അല്ലേലും അവളും അവളുടെ അനിയത്തിയൊന്നും എടുക്കാൻ പോകുന്നില്ല. മോൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ പകുതി ഇഷ്ടം പോലും അവർക്കില്ല എന്ന് പറയണം. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ വല്യമ്മയ്ക്ക് ആ പാലിനകത്ത വിഷം കലക്കി തരുമായിരുന്നു അവള്. ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. മരുമോളാണ് പോലും, ഒരിറ്റ് സ്നേഹം പോലും ഇല്ല. എന്നിട്ടും എനിക്ക് മനസ്സിലാകാത്ത ഇവിടെ എല്ലാരും എന്തിനേറെ പറയുന്നു. അനിയുടെ അച്ഛനാണെങ്കിലും ആദർശേണ്ട അച്ഛനാണെങ്കിലും എല്ലാവരും അവളെ ഇത്രമാത്രം സ്നേഹിച്ച് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണം. എന്തിനകത്ത് മാത്രം എനിക്കറിയത്തില്ലാത്തോളെന്ന് പറയാം. ദേവേന പറഞ്ഞു, മോള് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. അധികം വൈകാതെ കണ്ടോ, അവളിങ്ങോട്ട് വരട്ടെ. അവളെ ഞാൻ വരച്ച് വരെ നിർത്തിയിട്ട് അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നുണ്ട് എന്നൊക്കെ ദേവേനി പറയാണ്. അപ്പൊ കിട്ടിയ അവസരം മാക്സിമം അങ്ങോട്ട് വിനിയോഗിക്കുവാണ് അനാമിക. എത്രയൊക്കെ അവരുടെ മനസ്സിലേക്ക് എരിപരി കയറ്റി വിടാവോ അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക അതിന്റെ മാക്സിമം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യം നടക്കുള്ളെന്ന് അനാമികയ്ക്കറിയാം. പിന്നീട് അനാമിക അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അബിയയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നേരം എടുക്കാന്നും പറഞ്ഞു, ഒരു നേരം എടുക്കാനും തുടങ്ങി. പക്ഷെ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വിശപ്പാ. എങ്ങനെയാലും പുറത്ത് കിടക്കണം, പുറത്ത് കിടന്ന് പുറത്തുനിന്ന് പോയി നല്ല ഫുഡ് കഴിക്കാം. എങ്ങനെ ഇതിങ്ങനെ വിശന്നവിടെ കുത്തിയിരിക്കാൻ പറ്റും? അതിന്റെ കാര്യമൊന്നുമില്ല. വെല്ലുമ്മയ്ക്ക് വേണ്ടിയിട്ട് പക്ക പറഞ്ഞാൽ ഇനി എന്തിനാ വെറുതെ ഒരു നേരം എടുത്തിട്ട് തന്റെ ആരോഗ്യം കളയുന്നേ? അല്ലെങ്കിൽ തന്നെ വിശപ്പ് സഹിക്കില്ലാത്ത ആളാ തന്നെ. പിന്നീട് അബി ഒരുങ്ങി പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം നവ്യക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. ഇവന്റെ പോക്ക് അത്ര ശരിയല്ലല്ലോ. ഇവന് ഒരു നേരം എടുക്കുവാന്ന് പറഞ്ഞിട്ട് മിക്കവാറും പോകുന്ന എവിടെയെങ്കിലും കടയിൽ കയറി ഫുഡ് കഴിക്കാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇവന്റെ കള്ളത്തരം കൈയോടെ പിടികൂടണം എന്ന് നവ്യയും ചിന്തിക്കുകയാണ്. പിന്നീട് നവ്യ എന്ത് ചെയ്യുവാണ്, അബി പോയ പുറകെ നവ്യയും പോവാണ്. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ കൃത്യമായിരുന്നു. അബി നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അബിയുടെ ഒരു ഫ്രണ്ടും കൂടെ വന്നു. അവർ രണ്ടുപേരും വർത്താനം പറഞ്ഞ് റെസ്റ്റോറൻറ്റിലേക്ക് കയറി പോവാണ്. നവ്യക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഇവൻ ഇവിടെ വന്ന് വെട്ടി വിഴുങ്ങാൻ വേണ്ടി വന്ന, എന്നിട്ട് വീട്ടിലെല്ലാവരുടെയും കള്ളം പറഞ്ഞു താൻ ഒരു നേരം എടുക്കുവാന്നും പറഞ്ഞോണ്ട്. അപ്പോഴേ ഇവനോട് പറഞ്ഞ എടുക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ എടുക്കാൻ പോവല്ലെന്ന്. അങ്ങനെയാണ് ഇത് വെറുതെ വെട്ടിട്ട് കാര്യമില്ല. നവ്യ പെട്ടെന്ന് തലവഴി സാരി തലപ്പങ്ങോട്ട് മുഖം മറിച്ചില്ല എന്ന രീതിയിൽ അതിൻ്റെ ഇപ്പുറത്തെ ഒരു ടേബിളിൽ പോയിരിക്കുകയാണ്. അങ്ങനെ പോയിരുന്നതിന് ശേഷം ഫോൺ പതുക്കെ ഓണാക്കുകയാണ്. അവന് കഴിക്കുന്ന കാണത്തക്ക വിധത്തില് പിന്നീട് വീഡിയോ എടുക്കുകയാണ് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനിട്ടുള്ള പണി കൊടുക്കാം. ഇവൻ വൈകുന്നേരം വന്നു കഴിയുമ്പോൾ വലിയ ആളും കളിച്ച് ഞാൻ പട്ടിണിയാ, എനിക്ക് വിശക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നോയമ്പെടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ അഹങ്കാരം കാണിക്കും. ആ സമയത്ത് ഇത് വെച്ചിട്ട് അവനിട്ടൊരു പണി കൊടുക്കണം. ഇനി ഇവനെ മെരുക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം ഇതാ. തനിക്കിട്ട് പണി തരാനായിട്ട് നോക്കി നടക്കുന്നതല്ലേ, അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് നവ്യ വീഡിയോ ഒക്കെ പിടിച്ച് ആനന്ദത്തെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വരുവാണ്. ആ സമയം അതിനേക്കാളും വിശപ്പ് സഹിച്ചിരിക്കുവാണ്.
അനാമിക. അനാമികയ്ക്കാണെങ്കിൽ എന്തേലും എടുത്ത് കഴിക്കണമെന്നുണ്ട്. വലിയ ജാടയ്ക്ക് പറഞ്ഞതാ ആ കിളവനോടും കിളവിയോടും ഒക്കെ താൻ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ലാന്ന്, ഒരു നേരം എടുത്തോളാന്ന്. പക്ഷെ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലോ. ഇനി എന്ത് ചെയ്യും? എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എന്തേലും കയറി എടുത്ത് കഴിക്കുക തന്നെ. അതൊരു നിവൃത്തിയുള്ളൂ, അല്ലാതെ വേറൊരു നിവൃത്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ പതുക്കെ അങ്ങോട്ട് അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് ആണല്ലോ എടുത്ത് കിട്ടിയാൽ മതി, അത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് കട്ടെടുത്ത് തിന്നാം. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് എന്നുമ്പോൾ അവിടെ ആപ്പിളും ഓറഞ്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനാമികയുടെ വായിക്കൂടെ വെള്ളം പോയി. പെട്ടെന്ന് തന്നെ അനാമിക അതിനകത്തുനിന്ന് ഒന്ന് രണ്ട് ആപ്പിളും രണ്ട് ഓറഞ്ചും സാരിത്താൽപ്പയും മറച്ചു പിടിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് പോവാണ്. അവിടെ പോയി ഇന്ന് ആരും കാണാതെ കഴിക്കാന്നോർത്ത് അങ്ങോട്ട് പോവാണ്. ഈ സമയം നവ്യ അങ്ങോട്ട് കയറി വരുന്നേ. നവ്യ കണ്ടു അനാമി അങ്ങോട്ട് പോകുന്നത്. ആ പോക്കിൽ എന്തോ ഒരു പന്തികേടില്ലേ, ഇവള് എന്തോ ഒരു കള്ളത്തരം കാണിക്കാൻ പോകുന്നുണ്ട്. അന്നാ നോക്കിട്ട് തന്നെ കാര്യം എന്നോർത്തണ്ട. നവ്യ നേരെ അനാമികയുടെ പുറകെ പോവാണ്. അനാമിക കണ്ടില്ല. അനാമിക ചുറ്റും പറ്റിയൊക്കെ നോക്കി, ആരുമില്ല. അങ്ങനെയാണെങ്കിൽ കഴിക്കാൻ പറ്റിയ സമയം ഓർത്തുണ്ട് ആർത്തിയോട് കൂടിയിട്ട് ആപ്പിളൊക്കെ കടിച്ചു തിന്നുവാണ്. ഓഹോ, അപ്പൊ ഇവളും ആ പരിപാടി തന്നെയാ. അന്നാ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് ഓർത്തുണ്ട് അവൾക്കൊട്ട് ഒരു പണി കൊടുത്തേക്കാന്ന് കരുതിയിട്ട് നവ്യ അത് ഫോണിൽ പിടിക്കുവാണ്. പക്ഷെ ഇതൊന്നും അറിയത്തില്ലാതെ തനിക്ക് വരാൻ പോകുന്ന കുരുക്കിനെ കുറിച്ച് അറിയാതെ ആസ്വദിച്ച് അനാമിക ആപ്പിൾ കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇനി അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരുടെയും കള്ളത്തരം കൈയോട് കൂടിയിട്ട് നവ്യ പിടിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ. ഇനിയിപ്പം മൂർത്തി മുത്തശ്ശന്റെ ഭാഗം ഒരു പ്രകടനം കാണും. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും എന്തായി തീരും എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. അനാമിയുടെ കള്ളത്തരം ദേവേന്റെ മുന്നിൽ ഒന്ന് വെളിപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. പക്ഷെ ദേവേനെ വിശ്വസിക്കുകയോ ഇല്ലെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് വിശ്വാസമാണല്ലോ. ഇനിയിപ്പോ എന്തേലും സംഭവിക്കണേ പോലും നയനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയണം. ആദർശം മലയ്ക്ക് പോയിട്ട് വന്നാൽ മാത്രമേ ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് തീരുമാനമുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.